ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എലോഹിം ലൈവ് മീഡിയയിലൂടെ വചന ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിപ്പാൻ ദൈവം അവസരം നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുള്ള സാധ്യതയാണ്. കഴിഞ്ഞ പ്രാവശ്യം യേശുക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടുള്ള സാധ്യതയെക്കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് ചില ചിന്തകൾ നമുക്ക് കേൾക്കുകയുണ്ടായി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുള്ള സാധ്യതകൾ, അതേക്കുറിച്ച് ചില ആലോചനകൾ ദൈവവചനത്തിലൂടെ നിങ്ങളെ അറിയിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനവും മരണവും കൊണ്ടുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ലോകത്തിൽ കോടാനുകൂടി ജനങ്ങൾ ജനിക്കുന്നുണ്ട്, മരിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുള്ള ചില സാധ്യതകൾ, യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് താൻ പ്രവചിച്ചു, യേശു ജനിക്കുന്നത് ഒരു കന്യകയിലൂടെ ആയിരിക്കുമെന്നും യേശു ജനിക്കുന്ന സ്ഥലം മീഖ പ്രവാചകൻ പ്രവചിച്ചു ബേത്ലഹേമിലുള്ള എഫ്രാത്തിലാണ് എന്ന്. അപ്പോൾ യേശുവിൻ്റെ ജനനം എവിടെ ജനിക്കണമെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും പ്രവാചകന്മാർ വളരെ വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അത് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ഇതേ സംഭവങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചത് അതുകൊണ്ടുള്ളായ സാധ്യതകൾ എന്തായിരുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ മരണം എല്ലാവരുടെയും പാപം പരിഹാര പ്രാപ്തിക്ക് വേണ്ടി ആയിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം, യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. സ്തോത്രം. അതുപോലെ തന്നെ 1 തീമോഥെയോസ് 2:6 തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുമ്പോഴും യെശയ്യാ 53:6 വാക്യം വായിക്കുമ്പോഴും റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോഴും 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോഴുമെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് യേശുവിൻ്റെ മരണം എല്ലാവരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതായിരുന്നു. മറ്റൊരു ചിന്ത, വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷ പ്രദാനം ചെയ്യുവാനാണ് യേശുക്രിസ്തുവിൻ്റെ മരണം മൂലം സാധ്യമായത്. ഈ രക്ഷ അല്ലെങ്കിൽ നീതീകരണം, പുത്രത്വം, ശുദ്ധീകരണം, അവകാശം, മരണഭീതിയുടെ നീക്കം, ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുള്ള സാധ്യതകളായിരുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള തിരുവെഴുത്തിലും എബ്രായ ലേഖനം
9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും ഈ തിരുവെഴുത്തിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ള രക്ഷ പ്രദാനം ചെയ്യുവാനാണ് യേശു മരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്രകാരം തന്നെ മനുഷ്യനും ദൈവത്തിനും മധ്യേ ഉണ്ടായിരുന്ന വിടവ് യേശുവിൻ്റെ മരണം മുഖാന്തരം നികത്തിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ വലിയ വിടവ് കർത്താവിൻ്റെ മരണം മൂലമാണ് അത് നികത്തുവാൻ ഇടയായിത്തീർന്നത്. മറ്റൊരു ചിന്ത, സാത്താൻ്റെ മേലുള്ള ശിക്ഷയുടെ പ്രഖ്യാപനം നടത്തിയത് ക്രിസ്തുവിൻ്റെ മരണം മൂലമാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ചത് യേശുവിൻ്റെ മരണം മുഖാന്തരമാണ്. സ്തോത്രം. മറ്റൊരു ചിന്ത, വിശ്വസിക്കാത്ത ഏവനെയും ന്യായം വിധിക്കുവാൻ യേശുവിൻ്റെ മരണം ശക്തമാണ് എന്നും തിരുവെഴുത്തിൽ വായിക്കുന്നു. യോഹന്നാൻ 3:18, 16:9 ഈ തിരുവെഴുത്തുകളിൽ നാം വായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ലോകപ്രകാരം ഒരു മധ്യസ്ഥനെ കൂടാതെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനുള്ള അവകാശം മനുഷ്യന് ലഭ്യമായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം മൂലമാണ്. സ്തോത്രം. അതിലുപരിയായി വിശ്വാസികൾ ദൈവത്തിൻ്റെ വകയായി തീർന്നതും യേശുവിൻ്റെ മരണം മൂലമാണ്. 1 കൊരിന്ത്യർ ലേഖനം 6:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇങ്ങനെ നിരവധി ചിന്തകൾ നമുക്ക് ക്രിസ്തുവിൻ്റെ മരണം മൂലം സാധ്യമായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇനി യേശുവിൻ്റെ മരണം മൂലം ചിലർക്ക് ലഭിച്ച ചില സാധ്യതകളെ ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുൻപാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റം ഒന്നും ഇവനിൽ കണ്ടില്ല. സ്തോത്രം. ഹേരോദാവ് യേശുവിനെ വിസ്തരിക്കുമ്പോൾ അവനിൽ ഒരു കുറ്റവും കണ്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഹേരോദാവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം ഒരു മോഷ്ടാവാണ്. സഹോദരൻ്റെ ഭാര്യയെ അപഹരിച്ചവനാണ്. മാത്രമല്ല അവനൊരു കുലപാതകനും കൂടെ ആയിരുന്നു. സ്വന്തം സഹോദരൻ്റെ ഭാര്യയെയും അപഹരിക്കുകയും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുവാൻ ഇടയാകുകയും ചെയ്തു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹേരോദ തൻ്റെ സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹേരോദ്യയെ പരിഗ്രഹിച്ചതുകൊണ്ട് അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹേരോദാവിനോട് പറഞ്ഞിരുന്നു. ഹേരോദോ അവൻ്റെ മേൽ പകച്ച് അവനെ കൊല്ലുവാൻ ഇച്ഛിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സത്യം പറഞ്ഞതുകൊണ്ട് യോഹന്നാനെ കൊല്ലുവാനിടയായിത്തീർന്നു. അവൻ്റെ തല ഛേദിക്കപ്പെടുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ ഹേരോദാവ് എന്ന് പറയുന്നത് അവന് മോഷ്ടാവും കുലപാതകനുമായിരുന്നു. സ്തോത്രം. എന്നാൽ യേശുവിൻ്റെ മരണം മുഖാന്തരം അവന് ദൈവത്തോട് നിരപ്പ് വന്നതായി നമുക്ക് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്.
രണ്ടാമത്തെ വ്യക്തി പീലാത്തോസാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ആ കാലത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗത്തോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ഈ പീലാത്തോസ് എന്ന് പറയുന്ന വ്യക്തി ചില ഗലീലക്കാരുടെ രക്തം യാഗത്തിൽ കലർത്തിയവനും ആയിരുന്നുവെന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ ഈ മരണം മൂലം അവന് സാധ്യമായത് എന്താണെന്നറിയാമോ? ഈ ഹേറോദാവും പീലാത്തോസും ശത്രുക്കളായിരുന്നു. സ്തോത്രം. ഇവർ രണ്ടുപേരും വലിയ ശത്രുക്കളായി കഴിഞ്ഞവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം അവർ രണ്ടുപേരും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവർ ഒരുമപ്പെടുവാൻ, മിത്രങ്ങളായി തീരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം മുഖാന്തരം ഹേറോദാവും പീലാത്തോസും ശത്രുക്കളായിരുന്നവർ അവർ മിത്രങ്ങളായി തീരുവാനിടയതായി നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഇനി 3-ാമത്തെ കാര്യം, ബറവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 27:16. അന്ന് ബറവാസ് എന്ന ശ്രുതിപ്പെട്ടൊരു തടവുകാരൻ ഉണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറവാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു. അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവായിരുന്നു. ഇങ്ങനെ ഉത്സവ സമയത്ത് ഒരു തടവുകാരനെ വിമോചിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബറവാസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 27:16 മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും കുലപാതകനും കൊലയാളിയും തടവുപുള്ളിയുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം അവൻ ജയിൽ മോചിതനായി തീർന്നു. സ്തോത്രം. കണ്ടോ, 3-ാമത്തെ വ്യക്തി ബറവാസാണ്. ഈ ബറവാസ് അവൻ ജയിൽ മോചിതനായി തീരുവാനിടയായി തീർന്നു. എന്താണ് കാരണം? ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരമാണ്. സ്തോത്രം. ഇനി 4-ാമത്തത് ക്രൂശിൽ കിടന്ന കള്ളനാണ്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുവിനോടൊപ്പം 2 കള്ളന്മാരെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചിരുന്നു. അതിൽ ഒരുവൻ യേശുവിനെ നോക്കി പറയുകയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ ആദ്യം നിന്നെ രക്ഷിക്കുക, പിന്നെ ഞങ്ങളെ രക്ഷിക്കുക. സ്തോത്രം. എന്നാൽ മറ്റേ കള്ളൻ ഇങ്ങനെ പറയുണ്ടായി, നാം ഒരേ ശിക്ഷാവിധിയിലായിരിക്കുന്നു. നമ്മൾ ചെയ്തതിന് നമ്മൾ പ്രാപിക്കുന്നു. നമ്മൾ ചെയ്ത കുറ്റത്തിനാണ് നമ്മൾ ഇന്ന് ഈ ക്രൂശീകരണം പ്രാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നോക്കണം, ആ കള്ളൻ പറയുകയാണ്, യേശു അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞെന്താണെന്നറിയാമോ? യേശുവിനെ നോക്കി ആ കള്ളൻ പറയുക, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് അവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. സ്തോത്രം. ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. നോക്കണേ, ആമേൻ, സ്തോത്രം.
ഈ 4 വ്യക്തികൾ യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം അവർക്ക് ലഭിച്ച സാധ്യതകളെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹേറോദാവും പീലാത്തോസും ബറബാസും ക്രൂശിൽ കിടന്ന കള്ളനും. ഈ 4 വ്യക്തികൾ യേശുവിൻ്റെ ക്രൂശ് മരണം മുഖാന്തരം അവർക്ക് ലഭിച്ച വിടുതലാണ്. ഹേറോദാവിന് അവൻ ദൈവത്തോട് നിരപ്പ് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. പീലാത്തോസും ഹേറോദാവും ശത്രുക്കളായിരുന്നവർ സ്നേഹിതന്മാരായി തീർന്നു ക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം. ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയം ഇവർ രണ്ടുപേരും ശത്രുക്കളായിരുന്നവർ രണ്ടുപേരും അവർ സ്നേഹിതന്മാരായി തീരുവാനിടയായി. യേശു കർത്താവ് മരിച്ചത് ഇരുപക്ഷത്തെയും ഒന്നാക്കിയെന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ മരണമുഖാന്തരം ശത്രുക്കളായിരുന്നവർ അവർ മിത്രങ്ങളായി തീരുവാനിടയായി. മൂന്നാമത്തത് സ്തോത്രം, ബറബാസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുക. അവൻ ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ മരണസമയത്ത് പീലാത്തോസ് സ്തോത്രം ജനത്തോട് ചോദിച്ചു, ഉത്സവ സമയത്ത് ഒരു തടവുകാരനെ വിടുതൽ പ്രാപിക്കണമെന്നുള്ളത് നിയമമുണ്ടായിരുന്നു. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, നിങ്ങൾക്ക് ആരെ വേണം? ബറബാസിനെ വേണമോ യേശുവിനെ വേണമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ബറബാസിനെ മതിയെന്ന്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് പലർക്കും യേശുവിനെ വേണ്ട. ഈ ബറബാസിനെ മതിയെന്ന് യഹൂദന്മാർ പറഞ്ഞതുപോലെ യേശുവിനെ ഇന്ന് വേണ്ടാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബറബാസിനെ മതി. അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഞങ്ങൾക്ക് ബറബാസിനെ വിട്ടുതരണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മുഖാന്തരം ബറബാസ് ജയിലിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുവാനിടയായി. നാലാമത്തത് ക്രൂശിൽ കിടന്ന കള്ളനാണ്. ആ കള്ളൻ സ്തോത്രം യേശുവിനോട് പറയുകയാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. അതെന്നാ സ്തോത്രം? എന്നാണ് കർത്താവ് രാജ്യത്വം പ്രാപിച്ചു വരുന്നത്? അതിനനേക സമയങ്ങളുണ്ട്. സ്തോത്രം. പക്ഷേ അവനോട് കർത്താവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മരണം കൊണ്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ 4 വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിൻ്റെ മരണം മുഖാന്തരമാണ് അവൻ്റെ മകനായി അവൻ്റെ മക്കളായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നത്. നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്നാണ് നാം വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മെ ശത്രുവായി കിടന്ന നമ്മളെ കർത്താവ് മിത്രമാക്കി മാറ്റി. സ്തോത്രം. അവൻ നമ്മുടെ നമുക്ക് സമാധാനം തന്നു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. എഫേസ്യ ലേഖനം 2:14 നമ്മൾ വായിക്കുന്നുണ്ട്. സമാധാനം ഉണ്ടാക്കിയതുകൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിൻ്റെ മരണമാണ് എന്നെയും നിങ്ങളെയും അവൻ്റെ പ്രിയ മക്കളായി തീരുവാനിടയായത്. ഇതുവരെയും യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രത്യാശയില്ലാതെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച്, അവൻ്റെ മരണമാണ് എന്നെ ദൈവമകനാക്കി തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് ദൈവത്തോട്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമുക്കൊരു പ്രശംസയുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മാത്രമാണ്. അവൻ്റെ ക്രൂശ് മരണമാണ് നമ്മളെ ഈ സാധ്യതയിലാക്കിയത്.
ഈ വചനം കേൾക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ആമേൻ സ്തോത്രം പ്രത്യാശയും ആമേൻ സ്തോത്രം വിശ്വാസവും നൽകി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ആമേൻ സ്തോത്രം ഇത് ഹല്ലേലൂയ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ആമേൻ കൂടുതൽ ആമേൻ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.